എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ടൈം ടേബിൾ ഒന്ന് നോക്കി നോക്കാം. ഓരോ ദിവസം ഏതൊക്കെയാണ് എക്സാം വരുന്നത്, അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഗ്യാപ്പുകൾ എത്രയൊക്കെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒരു അനാലിസിസ് നടത്തി നോക്കിയാലോ. റെഡി? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ ഓണം എക്സാമിന്റെ ടൈം ടേബിൾ വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 18-ാം തീയതിയാണ്, അതേപോലെ തന്നെ അവസാനിക്കുന്നത് 26-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വെക്കേഷനായി. അപ്പോൾ ആ സമയം നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. പക്ഷെ അതിനു മുന്നേ ഈ ദിവസങ്ങൾ നല്ലോണം ക്രൂഷ്യലാണ്, നന്നായിട്ട് പഠിക്കണം. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18-ാം തീയതി മൺഡേ നിങ്ങൾക്ക് രാവിലെയാണ് എക്സാം വരുന്നത്. എക്സാമിന്റെ ടൈം ഒന്ന് നോക്കി വെച്ചാൽ മെജോറിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയാണ് എക്സാം വരുന്നത്. പക്ഷെ ഒരേ ഒരു ദിവസം 22-ാം തീയതി മാത്രമാണ് എന്നുള്ളത് ഉച്ചയ്ക്ക് ശേഷം എൻ്റെ കുട്ടികൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ ഈ ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് തെറ്റാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ രാവിലെ മൺഡേ രാവിലെ 10 മണി മുതൽ 12:45 വരെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. പിന്നെ അപ്പോൾ തുടക്കം തന്നെ സോഷ്യൽ ആണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോഷ്യൽ സയൻസിൽ ഇപ്രാവശ്യം അധികം മാർക്ക് പോവില്ല എന്നാണ് മിസ്സിന് തോന്നുന്നത്. കാരണം സ്റ്റാർട്ടിങ്ങിലെ ഫസ്റ്റത്തെ എക്സാം നമ്മൾ നന്നായിട്ട് പഠിച്ചങ്ങോട്ട് എഴുതും അല്ലേ. ഇനി അടുത്തത് ട്യൂസ്ഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലൊന്നും നമുക്ക് ഗ്യാപ്പില്ല. ഓക്കെ, അപ്പോൾ 18 കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് തന്നെ 19-ാം തീയതിയാണ് എന്തുള്ളത്. 10 മണി മുതൽ 12:45 വരെ ഇംഗ്ലീഷാണ്. രാവിലെ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസിൽ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ അതിനുശേഷം 20-ാം തീയതി. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുക മക്കളെ, 18, 19, 20. ഓക്കെ, 20-ാം തീയതി നിങ്ങൾക്ക് രാവിലെ 10 മണി മുതൽ 11:45 വരെ ഹിന്ദി ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോളജി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബയോളജി നമുക്ക് പഠിക്കാനായിട്ട് ഇടയിൽ തീരെ ഗ്യാപ്പില്ല. ഓക്കെ, ഒന്നാമത് കണ്ടിന്യൂസ് ആയിട്ട് എക്സാംസ് വരുന്നു. പിന്നെ അതിന് കൂടെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കൂടിയാണ് 2 ദിവസം എക്സാം ഉള്ള ഒരു ദിവസമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബയോളജി പഠിക്കാൻ തീരെ നേരമില്ല. അപ്പോൾ മുന്നേ തന്നെ എന്ത് ചെയ്യണം, ബയോളജി നിങ്ങൾ നന്നായിട്ട്, അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് നോക്കി വെച്ച മക്കളെ ബയോളജി പഠിക്കാൻ നമുക്ക് തീരെ നേരില്ല. ഓക്കെ, നല്ലോണം ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇനി അടുത്തത് 20 കഴിഞ്ഞാൽ നേരെ അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം തന്നെ 21-ാം തീയതി നമുക്ക് രാവിലെ ഏതാണ് എക്സാം വരുന്നത്, മാത്സ് ആണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് എത്തുന്നത്. ഓക്കെ, 20-ാം തീയതി നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലേക്ക് എത്തിയിട്ട് നേരെ പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മാത്സ് പഠിക്കാനും നമുക്ക് സമയമില്ല. ഓക്കെ, കട്ടയ്ക്ക് അടുപ്പിച്ചാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് മാത്സ് പഠിക്കാനും തീരെ സമയം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് റിവിഷൻ നടത്താൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. പരീക്ഷയുടെ തലേ ദിവസം ഇരുന്നിട്ട് ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പം മെസ്സി സ്റ്റാർ ഇട്ടുള്ള ഈ ചാപ്റ്റേഴ്സ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ഓക്കെ, പരീക്ഷയുടെ തലേ ദിവസം പഠിക്കാൻ ഒരു നേരം ഉണ്ടാവില്ല. ഇനി അടുത്തത് നേരെ 21-ാം തീയതി കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്ത ദിവസം ഫ്രൈഡേ 22-ാം തീയതി. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ആശ്വാസം ഉണ്ട്. നമുക്ക് ലാംഗ്വേജ് 2 ആണ്. ഓക്കെ, നമ്മുടെ മലയാളം സെക്കൻഡ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നല്ല സമയമുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മാത്സ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ. പക്ഷെ എന്താ ചെയ്യുക, നമുക്ക് വിധിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്സിൻ്റെ എക്സാം കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കും തീരും. ഉച്ചയ്ക്ക് ശേഷം സമയമുണ്ട്, പിറ്റേ ദിവസം രാവിലെയും സമയമുണ്ട്. ഓക്കെ, നല്ലോണം സമയം ലാംഗ്വേജ് 2-ന് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് 2-നും പ്രശ്നമേ ഇല്ല, ആ സമയത്ത് പഠിച്ചാൽ മതി. പിന്നെ 25-ാം തീയതിയാണ് മൺഡേ. അതായത് പിന്നെ നമുക്ക് സാറ്റർഡേയും സൺഡേയും നമുക്ക് ഇടയിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. എന്നിട്ടാണ് ഇതേ കെമിസ്ട്രിയും ഫിസിക്സും ലാംഗ്വേജ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കെമിസ്ട്രിക്കും ഫിസിക്സിനായാലും ലാംഗ്വേജിനായാലും സമയമുണ്ട് മക്കളെ. ഓക്കെ, ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് കെമിസ്ട്രിയും ഫിസിക്സ് ഒക്കെ പഠിക്കാം. ഓക്കെ, പ്രശ്നം വരുന്നത് അപ്പോൾ ഏതിന് മാത്രമുള്ളൂ, ബയോളജി മാത്സ് മാത്രമാണ് പ്രശ്നം വരുന്നുള്ളൂ. അതിപ്പോൾ തന്നെ പഠിക്കാം. ഓക്കെ, പിന്നെ ഇതേ അപ്പോൾ 25-ാം തീയതി രാവിലെ നിങ്ങൾക്ക് കെമിസ്ട്രിയും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഫിസിക്സ് ആയിരിക്കും. ദെൻ 26-ാം തീയതി ലാസ്റ്റ് ദിവസം നിങ്ങൾക്ക് രാവിലെയാണ് എക്സാം വരുന്നത്, ലാംഗ്വേജ് 1. ഓക്കെ, ഇത്രയുള്ളൂ നമ്മുടെ ടൈം ടേബിൾ. അപ്പോൾ ഇവിടെ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ള സബ്ജക്ട്സ് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നന്നായിട്ട് ഇപ്പോഴേ പഠിച്ചോ, കാരണം നമുക്ക് പരീക്ഷയുടെ തലേദിവസം തീരെ സമയമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി തരാനായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്കൊരു ഫുൾ സപ്പോർട്ട് വേണമെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പൈസ കുറവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫർ ഫീസിനാണ് ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ വേഗം ജോയിൻ ചെയ്തോളൂ. വേഗം തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എല്ലാ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും, എല്ലാ നോട്ടുകളും കിട്ടും, ക്വസ്റ്റ്യൻസും കിട്ടും, എല്ലാം നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് സെറ്റും കൂടെ ഇത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 850 കൊടുത്താൽ മതി. പക്ഷെ പുറമെ ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ എമൗണ്ട് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും. 900 കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ അതേ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചോളൂ, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസം ഇനി നമുക്ക് കുറച്ചേ ഉള്ളൂ സമയം. ആ സമയം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഓരോ ദിവസവും നിങ്ങൾക്ക് യൂട്യൂബിൽ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്, അതും കറക്റ്റായിട്ട് കാണാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.